ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് കേക്ക് റെഡിയാക്കാം. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണിത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. ഒരു 2 തവണ നല്ലതുപോലെ തന്നെ തരിച്ചെടുക്കാം. അപ്പോൾ നന്നായി തരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലെ ഒരു ബൗളാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 4 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട മാത്രമേ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കോഴിമുട്ട ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റിലധികം ഞാൻ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എഗ്ഗ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് 2 മിനിറ്റ് വീണ്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ക്രീമി ടെക്സ്ചറായി വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഏത് കേക്കാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫ്ലേവർ ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാംഗോ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ചാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാംഗോയുടെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു കളറും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. നിങ്ങൾ ഏത് കേക്കാണോ തയ്യാറാക്കുന്നത് അതിൻ്റെ ഫ്ലേവറിലുള്ള എസൻസ് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കളറും ടേസ്റ്റും കിട്ടുന്നത് വരെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ഡ്രോപ്സിലധികം ചേർത്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള കളറും ടേസ്റ്റും കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന ഫ്ലേവറിനനുസരിച്ച് എസൻസിൻ്റെ അളവിൽ മാറ്റം വരാം. എസൻസ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ തരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് പതിയെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒരിക്കലും ഈ സമയത്ത് ബീറ്റർ ഉപയോഗിക്കരുത്. ഇങ്ങനെ കുറച്ചായി കട്ട കെട്ടാതെ നമുക്ക് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ടൊരു കുക്കർ വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ താഴെ ഭാഗത്ത് ഓയിൽ തടവി കൊടുക്കാം. സൈഡ് ഭാഗങ്ങളിലൊന്നും ഓയിലാക്കി കൊടുക്കരുത്, കേക്ക് ക്രിസ്പി ആയി പോകും. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ വിസിൽ മാറ്റിയിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 35 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് പതിയെ കുക്കറിൽ നിന്ന് മാറ്റാം. ചൂടാറിയതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കേക്കിന് വേണ്ട സ്പോഞ്ചും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നിങ്ങളിതുപോലെ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ ഞാൻ വീണ്ടും വരും. താങ്ക്